ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ RPF പരീക്ഷയുടെ മുൻവർഷങ്ങളിലെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. 5 ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ ചെറിയൊരു വീഡിയോയാണിത്. അപ്പോൾ ഇത് RPF SI കോൺസ്റ്റബിൾ 2 പരീക്ഷയ്ക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ 2 പരീക്ഷകളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. After 2 successive discounts, a pen with a list price of 175 is available at rupees 129.15. If the first discount is 10%, what is the second discount? അതായത് അപ്പോൾ ഈ എന്താണ് ഈ സക്സസീവ് ഡിസ്കൗണ്ട്സ്? മലയാളത്തിലാണെങ്കിൽ തുടർച്ചയായി ലഭിക്കുന്ന ഡിസ്കൗണ്ടുകൾ എന്ന് പറയും. അപ്പം 2 ഡിസ്കൗണ്ടിന് ശേഷം ഒരു പേന നമ്മൾ 129.15 വിറ്റു എന്നാ പറയുന്നത്. അപ്പൊ പേനയുടെ സെല്ലിംഗ് പ്രൈസ്, ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 129.15 ആണ്. ഓക്കെ, ഈ പേനയുടെ ലിസ്റ്റഡ് പ്രൈസ് അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസ്, പേനയുടെ പുറത്ത് എഴുതി വെച്ചേക്കുന്ന വില എത്ര? 175 രൂപയാണ്. അപ്പൊ 175 രൂപ വിലയുള്ള പേനയ്ക്ക് ആദ്യം ഒരു 10% ഡിസ്കൗണ്ട് കിട്ടുന്നു, പിന്നെ എത്രയോ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നു. അങ്ങനെ ഈ 2 ഡിസ്കൗണ്ടൂടെ കഴിഞ്ഞ് നമ്മൾ ഈ പേന വിൽക്കുന്നതാണ് 129.15. ഓക്കെ, അപ്പോ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? ഈ പേനയുടെ ആദ്യത്തെ ഒരു സെല്ലിംഗ് പ്രൈസ് കാണുമല്ലോ, അതെത്ര ആയിരിക്കും? അതായത് 175 രൂപ വിലയുള്ള പേന ആദ്യം നമ്മൾ 10% ഡിസ്കൗണ്ടിൽ കൊടുക്കും. ഈ 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ മക്കളെ, 100 രൂപയുടെ പേനയാണെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ കുറച്ച് 90 രൂപയ്ക്ക് തരും. അപ്പൊ 175 രൂപയുടെ സാധനം നിങ്ങൾക്ക് 90% കാശ് കൊടുത്താൽ മതി നിങ്ങൾക്ക് ആദ്യത്തെ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 ഇൻറ്റു 9/2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 157.5 എന്ന് കിട്ടും. ഈ 157.5 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഈ 157.5 രൂപ വിലയുള്ള സാധനത്തിന് വീണ്ടും ഏതോ ഒരു ഡിസ്കൗണ്ട് കൂടെ കിട്ടിയതിന് ശേഷമാണ് നമുക്ക് 129.15 സാധനം കിട്ടിയത്. അതായത് 157.15 ആയി ഒരു ഡിസ്കൗണ്ട് കിട്ടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഡിസ്കൗണ്ട് കൂടെ കഴിഞ്ഞപ്പോഴാണ് 129.15. അപ്പൊ ഇവിടെ കിട്ടിയ ഡിസ്കൗണ്ട് എത്ര? ഈ ഗ്യാപ്പിൽ വന്ന ഡിസ്കൗണ്ട് എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. 157.5 നിന്ന് 129.15 അങ്ങ് കുറച്ചാൽ മതി. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എടുക്കും. ഏതൊക്കെ തമ്മിൽ? 157.5 129.15 തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? 28.35 എന്ന് നമുക്ക് കിട്ടും. 28.35. അപ്പൊ ഈ 28.35 ആണ് നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മാർക്ക്ഡ് പ്രൈസ് അല്ലെങ്കിൽ MRP. അതായത് ആദ്യം 175 ആയിരുന്നു, അത് 10% ഡിസ്കൗണ്ട് കഴിഞ്ഞ് വീണ്ടും ഒരു വില വന്നു, അതാണ് 157.5. അതിന്റെ എത്ര ശതമാനം കിട്ടിയതാണ്? അതിന്റെ എത്രയോ ശതമാനം കിട്ടിയതാണ് 28.35. അപ്പൊ അത് എത്ര ശതമാനമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്കൗണ്ട് പെർസെന്റേജ്. മക്കളെ, ഡിസ്കൗണ്ട് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണണേ, അവിടെ നമ്മൾ വളരെ വിശദമായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുക, ഡിസ്കൗണ്ട് എത്ര? 28.35 ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് എത്ര? 157.5 ഇൻറ്റു 100. സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 18% എന്ന് കിട്ടും. സോ ആൻസർ എത്രയാണ്? 18%, 18%. അപ്പോൾ ഒന്നുമില്ല, ആദ്യം ഒരു ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടി, അതിൽ നിന്ന് വീണ്ടും അടുത്ത സെല്ലിംഗ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. സോ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഡിസ്കൗണ്ട് ആയിരിക്കും. ആ ഡിസ്കൗണ്ട് ഈ മാർക്ക്ഡ് പ്രൈസിന്റെ എത്ര ശതമാനം, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസ് അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. സോ ആൻസർ 18%. യെസ്. സോ രണ്ടാമത്തെ ചോദ്യം. In a golf club, 90% of members are men and the remaining are women. The average height of men is 170 centimeters and the average height of women is 165 centimeters. Find the average height of the average height of the club members. Okay. So നമുക്ക് ടോട്ടൽ അറിയത്തില്ല. So let the total be 100%. 100% ആണ് ടോട്ടൽ എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാവും? We have males and females. So 90% മെയിൽസ് ആണ്. സോ 90% പുരുഷന്മാരാണ്. സോ ബാക്കി മൊത്തം സ്ത്രീകളായിരിക്കും. 10% ആരായിരിക്കും? വിമൺ ആയിരിക്കും. സോ ഇതിന് ആവറേജ് പറഞ്ഞിട്ടുണ്ട്. ആവറേജ് ഹൈറ്റ് ഓഫ് മെൻ എന്താണ്? പുരുഷന്മാരുടെ ആവറേജ് ഹൈറ്റ് എത്രയാണ്? 170 ആണ്. സ്ത്രീകളുടെ ആവറേജ് ഹൈറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് 165 ആണ്. 165 ആണ്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദി ആവറേജ് ഹൈറ്റ് ഓഫ് ദ ക്ലബ് മെമ്പേഴ്സ്. ടോട്ടൽ ആവറേജ്, അതായത് ഈ മൊത്തം പേരുടെ ആവറേജ് ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് പുരുഷന്മാരുടെ സ്ത്രീകളുടെ റേഷ്യോ എടുക്കാം.
9:1 എന്ന് എടുക്കാമല്ലോ. 9:1 നമുക്ക് ശരിക്കുള്ള എണ്ണം എത്രയാണെന്ന് അറിയത്തില്ല. സോ നമുക്ക് എണ്ണത്തിന് പകരം നമ്മൾ ഈ ഒരു റേഷ്യോ അങ്ങ് എടുക്കുകയാണ്. ഏത് ഈ 9:1 എന്ന് പറയുന്ന റേഷ്യോ നമ്മൾ അങ്ങ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ആവറേജ് കണ്ടുപിടിക്കുമ്പം നമ്മൾ സാധാരണ എന്ത് ചെയ്യും? ഇപ്പം ഇതിനെ നമ്മൾ ആവറേജ് ആയിട്ടും ഇതിനെ n ആയിട്ടും അല്ലേ എടുക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ആവറേജിൽ പഠിച്ചിട്ടുണ്ട്, ആവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്, അല്ലെങ്കിൽ സം ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ, അല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ആവറേജിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും, നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മ് കിട്ടും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ സം എടുത്തിട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ സം എടുത്തിട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടും, ഇവിടെയും ഒരു വാല്യൂ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് തമ്മിൽ കൂട്ടിയിട്ട് ടോട്ടൽ സം എടുക്കും. എന്നിട്ട് നമ്മൾ ഈ 9നെയും 1നെയും കൂടെ കൂട്ടി 10 കൊണ്ട് ഹരിക്കും. അതായത് ടോട്ടൽ സം ഡിവൈഡഡ് ബൈ 10. കാരണം 10 എങ്ങനെ കിട്ടി? ടോട്ടൽ നമ്പർ, ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. അപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറയുമ്പോൾ 9 1 10 കൊണ്ട് ഹരിക്കും. അപ്പോൾ ഈ 10 കൊണ്ട് ഹരിക്കുന്നത് ഞാൻ ഇവിടെ വെച്ചേ അങ്ങ് ചെയ്യുവാണെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാവത്തില്ല. അതായത് ഞാൻ ഈ 9നെ ഇവിടെ വെച്ച് അങ്ങ് 10 കൊണ്ട് ഹരിച്ച് 0.9 ആക്കി. അപ്പോൾ വീണ്ടും ഞാൻ ഇനി കൂട്ടിയിട്ട് ഹരിക്കാൻ നടക്കേണ്ട, നേരെ എങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയും ഈ 1നെ ഞാൻ 10 കൊണ്ട് ഹരിച്ച് 0.1 ആക്കി. ഓക്കെ, അപ്പോൾ 170 ഇൻറ്റു 0.9 എന്ന് പറയുമ്പോൾ 9 കൊണ്ട് ഗുണിച്ചിട്ട് 10 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 153. ഓക്കെ, പിന്നെ ഞാൻ ഈ 165നെ 1 കൊണ്ട് ഗുണിച്ചിട്ട് 10 കൊണ്ട് ഹരിക്കും, അതായത് 0.1 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 16.5. ഓക്കെ, സോ ഇത് തമ്മിൽ കൂട്ടിയാൽ മതി, എൻ്റെ ആൻസർ കിട്ടും. സോ 153 പ്ലസ് 16.5. സോ 0.5 6 3 9 5 1 6 169.5. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. സോ പെട്ടെന്ന് എനിക്ക് ആൻസർ കിട്ടി 169.5. ശരിയാണോ? എക്സാക്ട്ലി ശരിയാണ്. സോ അടുത്ത ചോദ്യം. From 50 meter long steel bar, a workman has to cut off as many 5.25 meter long pieces as possible. What is the decimal fraction of the whole will be left? Okay. 50 മീറ്റർ ഉള്ള ഒരു റോഡിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ബാറിൽ നിന്ന് നമ്മളിങ്ങനെ കുറേ പീസസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ പീസ് എത്രയാണ്? 5.25 വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് ചുമ്മാ ഒന്ന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എത്ര കിട്ടും? 52.5 കിട്ടും. അപ്പോൾ 10 പീസ് എടുക്കണമെങ്കിൽ 52.5 വേണം. പക്ഷെ നമുക്കില്ല, നമുക്കിത് മാക്സിമം ലെങ്ത് 50 അല്ലേ ഉള്ളൂ. സോ 50ക്കകത്തിൽ എത്ര വരെ വരും? 9 എണ്ണമേ വരത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 52.5-നകത്ത് നിന്ന് എന്ത് ചെയ്താൽ മതി? ഈ 5.25 അങ്ങ് കുറച്ചാൽ പോരെ. അതായത് മക്കളെ, മൊത്തം നമുക്കിപ്പോൾ 52.50 കിട്ടണമെങ്കിൽ 10 പീസസ് വേണം. പക്ഷേ 10 പീസസ് പറ്റത്തില്ലല്ലോ, നമ്മുടെ കയ്യിൽ 50 മീറ്റർ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം നമ്മളങ്ങ് സാക്രിഫൈസ് ചെയ്യണം, ഒരെണ്ണം നമ്മളങ്ങ് കുറയ്ക്കണം. എത്രയാണ്? ഒരെണ്ണത്തിൻ്റെ നീളം 5.25 അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ 5.25 അങ്ങ് കുറച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 25, ഇവിടെ സോ 47.25 എന്ന് കിട്ടും. അപ്പോൾ 47.25 ആണ് നമുക്ക് എത്ര വരുന്നത്? ബാലൻസ് വരുന്നത്. അല്ലെങ്കിൽ എന്താ, ഈ 47.25 വരെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം, ഈക്വൽ പീസസ് കിട്ടും. സോ പിന്നെ ബാലൻസ് വരുന്നത് എത്ര ആയിരിക്കും? നമ്മുടെ കയ്യിലുള്ളത് 50 അല്ലേ? അതെ, ആ 50ൽ നിന്ന് നമ്മൾ 47.25 വരെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ബാലൻസ് വരുന്നത് എത്ര ആയിരിക്കും? 2.75 ആയിരിക്കത്തില്ലേ? 2.75 ആയിരിക്കും നമുക്ക് ബാലൻസ് വരിക. ഒന്നുകൂടെ പറയാം, ആകെ 50 മീറ്റർ 5.25 വെച്ച് എത്ര എണ്ണം കട്ട് ചെയ്തെടുക്കാൻ പറ്റും? നമ്മൾ ചുമ്മാ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ 52 പറ്റത്തില്ലല്ലോ. 50 മീറ്റർ നീളമുള്ളതിനകത്ത് നിന്ന് 52 എടുക്കാൻ പറ്റത്തില്ല. സോ ഒരു പീസ് നമ്മളങ്ങ് ഒഴിവാക്കി. അതായത് 52ൽ നിന്ന് ഒരു പീസ് എന്ന് പറയുമ്പോൾ 5.25 അങ്ങ് ഒഴിവാക്കി. ബാക്കി എത്ര ഉണ്ട്? 47.25. സോ ഈ 5.5 വെച്ച് നമുക്ക് 47.25 വരെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 50നകത്ത് നിന്ന് നമ്മൾ 47.25 കട്ട് ചെയ്ത് കളഞ്ഞു. ബാലൻസ് എത്ര ഉണ്ട്? 50 മൈനസ് 47.25 എത്ര കിട്ടും മക്കളെ? 2.75 ബാലൻസ് വന്നു. ആ 2.75 എത്ര ഫ്രാക്ഷൻ, വാട്ട് ഡെസിമൽ ഫ്രാക്ഷൻ ഓഫ് ദ ഹോൾ വിൽ ബി ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ ബാലൻസ് വരുന്നത് ഇത്രയാണ്. സോ ഇതാണ്, ദിസ് ഈസ് ലെഫ്റ്റ്, ഇതാണ് ബാലൻസ് ഉള്ളത് 2.75. സോ ഈ 2.75 50ന്റെ ഏത് ഭാഗമാണെന്നാണ് ചോദ്യം. സോ 2.75 ഡിവൈഡഡ് ബൈ 50 എന്ന് കിട്ടും. 2.75നെ 50 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.055 എന്ന് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ബി 0.055 എന്ന് ആൻസർ കിട്ടും. യെസ്. സോ
അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 4. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. X% of 280 is equal to 15% of 240 plus 20% of 310. മനസ്സിൽ ആലോചിച്ച് ചെയ്യാം. ഇങ്ങോട്ട് നോക്കിക്കോ. ആദ്യം അതായത് ഈ X% of 280 എന്ന് പറയുന്നതിന് ഈക്വൽ ആണ് ഇത് രണ്ടും കൂടെ കൂട്ടുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ 15% of 240, 240ന്റെ 15%. മക്കളെ 15% എന്ന് പറഞ്ഞാൽ 10%വും 5%വും കൂടെ കൂട്ടുന്നതാണ്, ശരിയല്ലേ? അപ്പൊ 240ന്റെ 10%വും 240ന്റെ 5%വും കൂടെ കൂട്ടിയാൽ മതി. 240ന്റെ 10% എത്ര? 24. 240ന്റെ ഒരു 0 കളഞ്ഞാൽ 10% കിട്ടും, 240. 10% 240 ആണെങ്കിൽ 5% എത്ര? 5% എത്ര? 240ന്റെ 10% 24 ആണ്. 10% 24 ആണെങ്കിൽ 5% 12 ആയിരിക്കും. സോ 24ഉം 12ഉം കൂടെ കൂട്ടി എത്ര കിട്ടും? 36. സോ ഈസിലി നമുക്കത് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എന്താ? 310ന്റെ 20%. 310ന്റെ 10% എത്ര? ഒരു 0 കളഞ്ഞാൽ മതി, 31. സോ 10% 31 ആണ്. അപ്പൊ 20% എത്ര? 20% എത്ര? 31ന്റെ ഇരട്ടി. 10% 31 ആണെങ്കിൽ 20% അതിന്റെ ഇരട്ടി 62 ആയിരിക്കും, അല്ലേ? എത്ര കിട്ടി? 62. ഇത് തമ്മിൽ അപ്പം 15% of 240 എന്ന് പറയുമ്പോൾ 36, 20% of 310 എന്ന് പറയുമ്പോൾ എത്ര? 62. രണ്ടും കൂടെ കൂട്ടി നോക്കിക്കേ. 6 2 8, 6 3 9, 98 എന്ന് കിട്ടി. ചോദ്യം എന്തുവാ? X% of 280 is equal to 98. ഏതോ ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ 280ന്റെ ഏതോ ഒരു സംഖ്യയല്ല, 280ന്റെ എത്രയോ ശതമാനമാണ് 98. അത് എത്ര ശതമാനം? അപ്പം എത്ര? എക്സ് എന്ന് പറഞ്ഞാൽ എത്ര? 280ന്റെ എത്ര ശതമാനമാണ്? 98. സോ 98 280ന്റെ എത്ര ശതമാനം? സോ 0യും 0യും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. സോ 980 ഡിവൈഡഡ് ബൈ 28 നമുക്ക് എത്ര കിട്ടും? 35%. 35%. ശരിയാണോ നോക്കാം? യെസ്, 35%. ഒന്നുകൂടെ പറയാം. 280ന്റെ എത്രയോ ശതമാനം എന്ന് പറയുന്നത് 240ന്റെ 15% പ്ലസ് 310ന്റെ 20%. അപ്പൊ നമ്മൾ 240ന്റെ 15% എന്ന് പറയുമ്പോൾ 240ന്റെ 10% നമ്മൾ 24 എന്ന് എടുത്തു. 10% 24 ആണെങ്കിൽ 5% 12 ആയിരിക്കും. 24ഉം 12ഉം കൂടെ കൂട്ടി നമ്മൾ എത്ര എടുത്തു? 36 എന്ന് എടുത്തു. പിന്നെ 310ന്റെ 20%, 10% 31 ആണെങ്കിൽ 20% അതിന്റെ ഇരട്ടി 62 ആയിരിക്കും. അങ്ങനെ ഇത് തമ്മിൽ നമ്മൾ കൂട്ടി 98 നമുക്ക് കിട്ടി. നമ്മൾ പേനയും പേപ്പറും ഒന്നും എടുക്കാതെ മനസ്സിലാലോചിച്ച് ചെയ്തത് 98 എന്ന് കിട്ടി. അപ്പൊ 98 എന്ന് പറയുന്നത് 280ന്റെ X%. അതായത് 98 280ന്റെ എത്രയോ ശതമാനമാണ്. അപ്പൊ 280ന്റെ എത്ര ശതമാനമാണ് 98 എന്ന് ചിന്തിച്ചാൽ മതി. ആൻസർ എത്ര കിട്ടും? 35 എന്ന് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. എ കാർ ട്രാവൽസ് 1/3 of the distance on a straight road at a speed of 10 km per hour. The next 1/3 at a speed of 20 km per hour, and the rest 1/3 at a speed of 60 km per hour. Find the average speed of the car. So, ഇതാണെന്ന് വിചാരിക്കുക ടോട്ടൽ ഡിസ്റ്റൻസ്. സോ ഇത് ഫസ്റ്റ് 1/3, ഇത് നെക്സ്റ്റ് 1/3, ഇത് ലാസ്റ്റ് 1/3. അപ്പം അതായത് ഈ മൂന്നിടത്ത് ഈ ഡിസ്റ്റൻസ് ഈക്വലാണ്. ഇവിടെ d കിലോമീറ്റർ ആണെങ്കിൽ ഇവിടെയും d കിലോമീറ്റർ, ഇവിടെയും d കിലോമീറ്റർ. സോ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അതിന് 3 ഡിഫറൻറ്റ് സ്പീഡും എടുത്തിട്ടുണ്ട്. X കിലോമീറ്റർ പെർ അവർ, ഞാൻ പറയുവാണേ, ശരിക്കും വാല്യൂ നമ്മുടെ ഉണ്ട്. X കിലോമീറ്റർ പെർ അവർ, Y കിലോമീറ്റർ പെർ അവർ, Z കിലോമീറ്റർ പെർ അവർ. സോ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആവറേജ് സ്പീഡാണ് ചോദ്യമെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 3XYZ ഡിവൈഡഡ് ബൈ XY പ്ലസ് YZ പ്ലസ് XZ. ഓക്കെ, ഇവിടെ സ്പീഡ് ഏതൊക്കെയാണ്? ഫസ്റ്റ് 1/3 10 കിലോമീറ്റർ പെർ അവർ, നെക്സ്റ്റ് 1/3 20 കിലോമീറ്റർ പെർ അവർ, ലാസ്റ്റ് 1/3 60 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, സോ ഇത് മാത്രം നമുക്ക് കിട്ടിയാൽ മതി. സോ 3 × 10 × 20 × 60, കാരണം എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂ ഡിവൈഡഡ് ബൈ XY എന്ന് പറയുമ്പോൾ 10 × 20 200 പ്ലസ് YZ 60 × 2 അല്ലെങ്കിൽ 60 × 20 1200 പ്ലസ് XZ എത്രയാണ്? 60 × 10 എത്ര കിട്ടും? 600. സോ സോൾവ് ചെയ്യുമ്പോൾ 3 × 10 × 20 × 60 ഡിവൈഡഡ് ബൈ 200ഉം 1200 1400 600ഉം 2000.
ഓക്കെ. സോ E0 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 E0. പിന്നെ നമുക്ക് ഈ രണ്ടിനെയും കട്ട് ചെയ്ത് കളയാം. പിന്നെ 6 3 മാത്രമേ ഉള്ളൂ. 6 × 3 18 km/h. കണ്ടോ, പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ എത്ര? 18 km/h. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് 1 ആയിട്ട് എടുത്തുകൊണ്ട് 1/3 അങ്ങനെ വെച്ചിട്ട്, അല്ലെങ്കിൽ 3യുടെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എടുത്തുകൊണ്ട് ഡിസ്റ്റൻസിനെ അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമും കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ആവറേജ് സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. സോ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇതൊരു ഷോർട്ട് കട്ടാണ്. എങ്ങനെ? ഈക്വൽ 3 ഡിസ്റ്റൻസും 3 ഡിഫറൻറ്റ് സ്പീഡും വരുവാണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടാണ് 3xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz എന്ന് പറയുന്നത് ഒരു ഷോർട്ട് കട്ടാണ്. ശരിക്കും നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് എന്താണ് ആവറേജ് സ്പീഡ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇനി ഈക്വൽ 2 ഡിസ്റ്റൻസും 2 ഡിഫറൻറ്റ് സ്പീഡും എടുക്കുകയാണെങ്കിൽ അവിടെ ആവറേജ് സ്പീഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഈക്വൽ 2 ഡിസ്റ്റൻസും 2 ഡിഫറൻറ്റ് സ്പീഡും എടുക്കുകയാണെങ്കിൽ ആവറേജ് സ്പീഡ് 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y ആയിരിക്കും. ഈക്വൽ 3 ഡിസ്റ്റൻസും 3 ഡിഫറൻറ്റ് സ്പീഡും എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ 3xyz ഡിവൈഡഡ് ബൈ xy പ്ലസ് yz പ്ലസ് xz എന്നുള്ളതായിരിക്കും. സോ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ എന്താണ് ആവറേജ് സ്പീഡ് എന്ന് ചോദിച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. എങ്ങനെയാണ് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഉള്ളത് വളരെ വിശദമായിട്ട് നമ്മൾ നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ ബാക്കി നമുക്ക് ഇതേപോലെ, ഇത് എന്തായാലും പരീക്ഷ എന്ന് വരെ ഉണ്ടോ അന്ന് വരെയും ഇതേപോലെയുള്ള RPFന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.